ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ചെറിയ സമയം, ഒരു 5-6 മിനിറ്റ് ഓൺലി മാത്രം. അമ്മയുടെ അപ്ഡേറ്റ്. ഇപ്പോഴും അമ്മ സ്റ്റിൽ വെൻറ്റിലേറ്ററിലാണ്. ഒരു പ്രത്യേകിച്ച് ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല. ആസിറ്റീസ് അങ്ങനെ തന്നെ തുടരുന്നു. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഇന്ന് മാർക്കറ്റിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ 22,336 ഇതായിരിക്കും നമുക്ക് വെരി ക്രൂഷ്യൽ. 22,336 ആയിരിക്കും വെരി ക്രൂഷ്യൽ. അതിന് മോളോട്ടോ താഴോട്ടോ ഈ രണ്ട് റേഞ്ചിലോട്ട് എങ്ങോട്ട് മാർക്കറ്റ് പോകുന്നു അങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് ഒരു വെരി ക്ലിയർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടായിരുന്നു. കൃത്യമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ബിഗിനേഴ്സിനാണെങ്കിലും ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാമേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഈ ഡോട്ടഡ് ലൈൻ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ പിന്നെ ഒരിക്കൽ പോലും കട്ട് ചെയ്തിട്ടില്ല അല്ലേ. കട്ട് ചെയ്യാതെ തന്നെ മാർക്കറ്റ് 1-2 ക്യാൻഡിലോടെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് പോകും. ഇവിടെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. വേണമെങ്കിൽ ഈ റിജക്ഷൻ കണ്ടുകൊണ്ട് ആരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ട്രേഡ് എടുത്ത് കാണും, അവർക്ക് കിട്ടിക്കാണും. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞത് ഇതാണ് നമുക്ക് ഒരു മേജർ ലൈൻ. ഇവിടെ ക്രൂഷ്യലാണ്. ഞാൻ കറക്റ്റ് രാവിലത്തെ വോയിസ് നോട്ട് അത് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ വന്നു, നേരെ മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. പക്ഷേ നമുക്കിവിടെ എൻട്രി കിട്ടിയില്ല ഇല്ലേ. ഇവിടെ കറക്റ്റ് 50-50 ആയിരുന്നു. പക്ഷേ ഇത് പോയി നേരെ റീടെസ്റ്റിന് വന്നതിന് ശേഷം നമുക്ക് സൂപ്പറായിട്ടൊരു ക്യാൻഡിലൂടെ കറക്റ്റ് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ് നമുക്ക് ഇതിൻ്റെ ഈ ക്യാൻഡിൽ ഇവിടെ മുകളിൽ കിട്ടി ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാക്സിമം ഈ ഇവിടം വരെ ആകാനുള്ള സാധ്യതയുള്ളൂ സ്റ്റോപ്പ് ലോസ് ഇല്ലേ. ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്കൊരു ടാർഗറ്റ് നോക്കാമായിരുന്നു. കൃത്യമായിട്ട് അത് വർക്ക് ചെയ്ത് നോക്കിയേ. ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി കറക്റ്റ് നമ്മൾ പറഞ്ഞ ട്രെൻഡ് ലൈനിൽ തട്ടി നേരെ മാർക്കറ്റ് നേരെ തിരിച്ചു. അപ്പോൾ ഇവിടം വരെ ഏകദേശം 336 മുതൽ 600 റേഞ്ച് വരെ ഒരു 250 പോയിൻറ്റ് 200-250 പോയിൻറ്റ് ഇവിടം വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എത്ര പേര് ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് അറിയില്ല. കറക്റ്റായിട്ട് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് ഈ ഒരു ട്രേഡ് ഇവിടം വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ട്രേഡ് മാത്രമേ ഉള്ളായിരുന്നു ഇന്ന്. ഒരു ബിഗിനേഴ്സിന് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് ട്രേഡ് വാച്ച് ചെയ്ത് നോക്കി കയറുന്നവർക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ആ ട്രേഡായിരുന്നു ഈ ഒരു ട്രേഡ്. ഓക്കെ, അപ്പോൾ ഇനി നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അത്ര മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. നാളെ മാർക്കറ്റ് ഒരു എന്താ പറയുന്നത്, മാർക്കറ്റ് ഒരു ഇപ്പം നിലവിലൊരു US ഫ്യൂച്ചേഴ്സൊക്കെ വളരെ ബുള്ളിഷിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് രാത്രിയിൽ എന്ത് വേണമെങ്കിലും US മാർക്കറ്റ് സംഭവിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ പറഞ്ഞില്ല, ഇന്നും 500-600 പോയിൻറ്റിൻ്റെ മൂവാണ് മാർക്കറ്റ് നടന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ബേസിസിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഡേ ക്യാൻഡിലോട്ട് വരാം. ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാം. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് തന്നെ നമുക്ക് ഈ ക്യാൻഡിൽ ഈ ഓപ്പണിങ് ഇതും കളയാം. ഇതിൻ്റെ ആവശ്യമില്ല. വീണ്ടും മാർക്കറ്റ് നമ്മളുടെ ഈ ലൈൻ, ഈ പറഞ്ഞ ഇന്നലെ വരച്ച 22,336 ഇപ്പോഴും ആ ലൈനാണ് നമ്മുടെ മേജർ ലൈൻ. ഓക്കെ, 22,336 ഇത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. ഇവിടുന്ന് 22,336 എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആ പോയിന്റ് നിങ്ങൾ വാച്ച് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുള്ളത് നോക്കുക. ഇവിടെ സപ്പോസ് നാളെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇതിന് മുകളിലാണ്, അതായത് 22,795 ഇതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഏരിയക്കകത്ത് 22,818 താഴെ 22,795 ഇതിനിടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിൽ പോയി തട്ടി തിരിച്ചു വരുന്നുണ്ടോ നോക്കുക, ഒന്ന് വരച്ചെന്ന് കാണിക്കുക. അതായത് മാർക്കറ്റ് ഇവിടെയാണ് സപ്പോസ് ഗ്യാപ്പ് അപ്പിൽ നാളെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരാൻ നോക്കുക. ഓക്കെ, കൺഫർമേഷൻ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഇത് ബ്രേക്ക് ചെയ്യാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കാരണം ഒരു ഡബിൾ ടോപ്പ് ഉണ്ട് ഇവിടെ ഓൾറെഡി ഇല്ലേ. 2 പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ റെസിസ്റ്റൻസ് വന്ന് ഇവിടെ ഒന്ന് പൊട്ടിച്ച് മുകളിലോട്ട് പോകും, ബ്രേക്കൗട്ട് നടത്തുമോ തിരിച്ച് താഴോട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയണം. നാളെ RBI മോണിറ്ററി പോളിസി ഉണ്ട്. അപ്പോൾ RBI മോണിറ്ററി പോളിസിക്ക് റേറ്റ് കട്ട് അവർ ചെയ്യുകയാണെന്നുണ്ട്. റേറ്റ് കട്ട് 25 ബേസിസ് പോയിൻ്റ് എങ്കിലും റേറ്റ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് പറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോസ് ചെയ്താലും ഒരു പക്ഷെങ്കിൽ പറക്കുമായിരിക്കാം. ഓക്കെ, മേലോട്ട് തന്നെ മൂവ് ചെയ്യുമായിരിക്കാം. എന്തായാലും അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഈ രണ്ട് സിനാരിയോയിലും
മാർക്കറ്റ് നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റ് തരാനാണ് സാധ്യത കൂടുതൽ. എങ്കിലും നിങ്ങൾ വാച്ച് ചെയ്യുക. പ്രധാനപ്പെട്ട ഈ 3 ലെവൽ, ഓക്കെ, 22,336, 22,795, 23,818. ഓക്കെ, ഇത് വലിയ റേഞ്ചാണ്. ഇതിനപ്പുറം മേലോട്ടൊന്നും പോകത്തില്ല. ഇവിടെ വരെ ഒന്നും മാർക്കറ്റ് വരത്തില്ല. എങ്കിലും ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് നേരെ തിരിച്ചു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ വെളി പോകത്തില്ല. ഇവിടെ വന്ന് നോക്കിയിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഈ ലൈനിൽ സംഭവിക്കുന്നു, ഇവിടെ നിന്ന് സംഭവിക്കുന്നു നോക്കുക, താഴോട്ടാണോ മുകളിലോട്ടാണോ. അല്ല ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കിയിട്ട് നിങ്ങൾ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇൻട്രാഡേ ബേസിൽ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും. കാരണം വയലൻ്റ് മൂവ് ആയിരിക്കും. എപ്പോഴും ഒരു 500-600 പോയിൻറ്റിൻ്റെ മൂവ് ഈ ദിവസങ്ങളിൽ കാണാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് നാളെ RBI മോണിറ്ററി പോളിസി ആയതുകൊണ്ട് മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റും കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ വരച്ച് വെക്കുക, സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഓപ്പർച്യൂണിറ്റികളൊന്നും വലുതായിട്ട് പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ അതേ ലൈനിൽ തന്നെ മാർക്കറ്റ് ഒരു സെക്കൻഡ് പറഞ്ഞ അതേ ലൈനിൽ തന്നെ വന്ന് റെസൻസ് എടുത്ത് മാർക്കറ്റ് തിരിച്ചു വന്നു ഇല്ലേ. അപ്പോൾ നാളെ ഇതിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിൽ, ഈ ഏരിയക്കകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും നോക്കുക. ഒന്നുകിൽ താഴെ വന്ന് സപ്പോർട്ട് മേലോട്ട് പോകുന്നു, അല്ലെങ്കിൽ മുകളിൽ തട്ടി തിരിച്ചു വരുന്നു എന്ന് കറക്റ്റായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഇത് നിങ്ങൾ വരച്ചിടുക. ഓക്കെ, ഇതും ഓക്കെ. അടുത്തത് മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പിനകത്തിൽ ക്ലിയറായിട്ട്, വെരി ക്ലിയറായിട്ട് നമുക്ക് മിഡ് ക്യാപ്പിൽ ഒരു ഡോജി ഉണ്ടായിരിക്കുന്നത് അല്ലേ. ഒരു ഡോജി നമ്മൾ ഇതൊരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു കാര്യം മനസ്സിലാകും. നമ്മൾ കൃത്യമായിട്ട് രാവിലെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ലൈനിൽ തട്ടി തിരിച്ചു വന്നു 11,143. ആ ലൈനിൽ തട്ടി തിരിച്ചു വന്നതിന് ശേഷം ഇതിനകത്ത് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ആയിരുന്നു. എങ്ങോട്ട് പോയി ഈ ഗ്യാപ്പപ്പ് തന്നെ സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് ഇവിടെ കിടന്ന് ആടി കളിക്കുക. അപ്പോൾ ഇനി നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്. ഇത് ഒരു പക്ഷെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് നോക്കി വെച്ചേക്കുക ചുമ്മാ. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ നോക്കി വെച്ചേക്കുക, ഒന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ട് നേരെ തിരിച്ചു പോകുന്നെങ്കിൽ മേലോട്ട് പോകുമെന്ന് നോക്കുക. എന്തായാലും ഈ ലൈനായിരിക്കും 21,143, ഈ ലൈനായിരിക്കും നമുക്ക് പ്രധാനപ്പെട്ട ബ്രേക്ക് ഔട്ട് ലൈന്. ഓക്കെ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫർദർ റാലി മുകളിലോട്ട് നമുക്ക് കാണാനുള്ള സാധ്യത മിഡ് ക്യാപ്പിനകത്തിൽ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഫർദർ റാലി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് 11,798 വരെയുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.